ബംഗാൾ സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം തള്ളി കൊൽക്കത്തയിൽ കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ കുടുംബം. പണമല്ല, നീതിയാണ് വേണ്ടതെന്ന് ഡോക്ടറുടെ കുടുംബം പ്രതികരിച്ചു. കേസുമായി ബന്ധപ്പെട്ട 4 ട്രെയിനി ഡോക്ടേഴ്സിനെ CBI ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ഡോക്ടർ കൊല്ലപ്പെട്ട കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജ് ആക്രമിച്ചതിൽ 19 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. വിഷയം കൊൽക്കത്ത ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി കൊൽക്കത്തയിൽ നിന്ന് ചേരുന്നു. ബൽറാം, എന്താണ് കുടുംബത്തിന്റെ നിലപാട്? എന്തൊക്കെയാണ് അന്വേഷണത്തിന്റെ പുരോഗതി? വേണു, ഈ കൊല്ലപ്പെട്ട ജൂനിയർ ഡോക്ടറുടെ കുടുംബത്തിൽ നിന്നും CBI സംഘം കഴിഞ്ഞ ദിവസം മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ ആശുപത്രിയിലെ സാഹചര്യങ്ങൾ സംബന്ധിച്ച് പെൺകുട്ടി എന്തെങ്കിലും കുടുംബവുമായി പങ്കുവച്ചിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് CBI സംഘം കുടുംബത്തോട് ചോദിച്ചറിഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും CBI ഉന്നയിച്ച ചോദ്യങ്ങൾ സംബന്ധിച്ച് പുറത്ത് പ്രതികരിക്കാനാകില്ല എന്നാണ് പെൺകുട്ടിയുടെ പിതാവ് പ്രതികരിച്ചിരിക്കുന്നത് മാധ്യമങ്ങളോട്. അതേസമയം ബംഗാൾ സർക്കാർ ഈ പെൺകുട്ടിക്ക് കുടുംബത്തിന് പ്രഖ്യാപിച്ച ധനസഹായം അത് തള്ളിയിരിക്കുകയാണ്. കുടുംബം തങ്ങൾക്ക് ആരുടെയും ധനസഹായത്തിന്റെ ആവശ്യമില്ല എന്നും അത്തരത്തിൽ പണം വാങ്ങിയാൽ അത് ആ പെൺകുട്ടിയോട് ചെയ്യുന്ന അനീതിയാകും എന്നുമാണ് പെൺകുട്ടിയുടെ പിതാവ് പ്രതികരിച്ചിരിക്കുന്നത്. പകരം നീതിയാണ് തങ്ങൾക്ക് ആവശ്യമെന്നും എത്രയും വേഗം അത് ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു. CBI സംഘം പ്രതികളെ ഉടൻ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ ഉറപ്പാക്കും എന്ന് ഉറപ്പ് നൽകിയതായും പെൺകുട്ടിയുടെ കുടുംബം അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട 19 പേരെ കൊൽക്കത്ത പോലീസ് ഇതിനകം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൂടുതൽ പേരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ RG കർ മെഡിക്കൽ കോളേജിലെ അക്രമ സംഭവങ്ങളും ഈ കൊലക്കേസുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വിവരങ്ങൾ പങ്കുവച്ച പോസ്റ്റുകൾ പങ്കുവച്ച ആളുകൾക്ക് വ്യാപകമായി തന്നെ കൊൽക്കത്ത പോലീസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. പോസ്റ്റുകൾ പിൻവലിക്കണം എന്നതടക്കമുള്ള ആവശ്യം ഉന്നയിച്ചാണ് നോട്ടീസ്. പോലീസിനെ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ അടക്കമുള്ളവയ്ക്കാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി സൈബർ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതേസമയം CBIയുടെ അന്വേഷണം പുരോഗമിക്കുന്നു. ഇന്ന് 4 ഡോക്ടർമാരെ ചോദ്യം ചെയ്യാനായി കൊൽക്കത്തയിലെ CGO കോംപ്ലക്സിലുള്ള CBI ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് കൊൽക്കത്തയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.